ഈ യുദ്ധത്തിൽ ജയിച്ചത് ഇറാനാണ്, അല്ലെങ്കിൽ ഈ നിമിഷം വരെ ജയിച്ചു നിൽക്കുന്നത് ഇറാനാണെന്ന് പറയാൻ യുദ്ധം വിശകലനം ചെയ്യുന്ന ആർക്കും നോക്കിക്കാണാവുന്ന ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കേവലം ബോംബിട്ട് തകർക്കലുകളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ മുക്കിയ കപ്പലുകളുടെ എണ്ണത്തിലോ നിസ്സഹായരായ 160 കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഭസ്മീകരിച്ച ആശുപത്രി ആക്രമണത്തിൻ്റെയോ ഒന്നും കണക്കുകളിലല്ല. യുദ്ധത്തെ അങ്ങനെ കൂട്ടാനാവില്ല. യുദ്ധം ചിലപ്പോൾ ഏകപക്ഷീയമായിരിക്കും, പക്ഷേ ഇവിടെ ഏകപക്ഷീയവുമായിരുന്നില്ല. അടിക്കടി പോലെ തിരിഞ്ഞു നിന്നടിച്ചു. ഒരു രാജ്യത്തടിച്ചപ്പോൾ 14 രാജ്യങ്ങളിൽ യുദ്ധമുണ്ടാക്കി ഇറാൻ. അങ്ങോട്ടടിച്ചത് ഇറാനിൽ മാത്രമാണ്, പക്ഷേ ഇറാൻ തിരിച്ച് യുദ്ധമുണ്ടാക്കിയത് 14 രാജ്യങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ കറങ്ങി അടിച്ചു. ചില വീടുകളിലൊക്കെ നമ്മൾ പറയുമല്ലോ, അവനെ തൊടല്ലേ, അവനിവിടെ മൊത്തം ഇട്ടിടങ്ങേറാക്കി കളയും എന്ന് പറഞ്ഞതുപോലെ മുഴുവൻ ഇട്ടിടങ്ങേറാക്കി ആര്? ഇറാൻ. അങ്ങനെ ഇടങ്ങേറാക്കി എന്ന് മാത്രമല്ല, ടെല്ലവീവ് ഗാസയെപ്പോലെയായ ചിത്രങ്ങൾ ദേ ഈ കാണുന്നത് പോലെ നിരവധി എണ്ണം പുറത്തു വന്നു. ഇതവിടുത്തെ നേർചിത്രങ്ങളാണ്. അവിടെ നിന്ന് പലരും ഫോട്ടോ എടുത്ത് വാട്സപ്പിലൂടെ നാടുകളിലേക്ക് അയച്ചു കൊടുത്തതാണ്. കാരണം അവരാരും ആഗ്രഹിച്ചിരുന്നതോ പ്രതീക്ഷിച്ചിരുന്നതോ ഒരു യുദ്ധമല്ലിത്. ഇറാൻ അവരുടെ മേലൊരു ശക്തിയായി അല്ലെങ്കിൽ ഒരു അതീശത്വമായി വളർന്നു വരുന്നു എന്നൊന്നും അവർ പ്രതീക്ഷിച്ചതുമില്ല. അതുകൊണ്ട് അവരെടുത്ത് പങ്കുവെച്ച ചിത്രങ്ങളാണുള്ളത്. പക്ഷേ ഈ യുദ്ധത്തെ നോക്കിക്കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ട്രംപ് തോറ്റത്, അല്ലെങ്കിൽ ഇപ്പോൾ തോറ്റ് നിൽക്കുകയാണ്, നിക്കറ് കീറി നിൽക്കുകയാണ്, കീറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം ചില റീസൺസ് ഉണ്ട്. അതിൽ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഇറാനിൽ അവിടെ ഭരണമാറ്റം സംഭവിക്കുമെന്നും തങ്ങൾ കൂടി തീരുമാനിക്കുന്നവർ ഭരണത്തിലേക്ക് എത്തുമെന്നും തങ്ങളാണ് ഇനി അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും പുതിയ ആത്മീയ നേതാവിനെ അംഗീകരിക്കില്ലെന്നും ഒക്കെ ആര് പറഞ്ഞിരുന്നു? ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ട്രംപ് ആ ബലമായി മുറുക്കി പിടിച്ചത് കാലുവഴിയേ പോകുന്ന കാഴ്ച, അയഞ്ഞു പോകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. പിന്നെന്താ പറഞ്ഞത്? റെജിം മാറ്റം ഞങ്ങളുടെ ഒരു പ്രശ്നമല്ല, അവിടുത്തെ സായുധ ശേഖരം തകർക്കലാണ് ഞങ്ങളുടെ വിഷയം, അത് ഞങ്ങൾ തകർത്ത് തുടങ്ങിയിരിക്കുന്നു, തീർത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നിടത്തുനിന്ന് റെജിം മാറ്റം എന്ന് പറയുന്ന, അഥവാ അമേരിക്ക തീരുമാനിക്കുന്ന പാവ സർക്കാർ അവിടെ വരുന്നു എന്ന് പറയുന്ന ഒരു സംഗതി യുദ്ധം കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ട്രംപ് വിട്ടു. സംഗതി എന്താ? തിരിച്ചടി, പ്രതിരോധം, ഇതെല്ലാം കൂടാതെ അവിടുത്തെ ജനത ഒറ്റക്കെട്ടായി മാറിയ കാഴ്ച കൂടി കണ്ടപ്പോൾ. രണ്ടാമത്തെ കാര്യം, വേറൊരു വായി നോക്കിയായ, ഒരു കളിപ്പാവയായ, ഷൂനക്കിയായ പഹ്ലവിയെ കയ്യിൽ വെച്ചുകൊണ്ട് അവിടേക്ക് പറഞ്ഞു വിടാനിരിക്കുകയായിരുന്നു. അദ്ദേഹം ചെന്ന് അവിടെ എല്ലാവരെയും സന്തോഷത്തിലാക്കും, കുറുതുകളെ ഇറക്കാം, അവരെ ഇറക്കാം, ഇവരെ ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് നടത്തിയ ട്രംപിൻ്റെ പ്രസ്താവനകളെല്ലാം ട്രംപ് പിന്നീട് പിൻവലിച്ചു. അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ താല്പര്യമില്ലെന്നും അവരെ നിരായുധീകരിക്കലാണ് ലക്ഷ്യമെന്നും പറഞ്ഞ് അതിൽ നിന്ന് വഴിമാറിപ്പോയി. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും വലിയ യുദ്ധം നടത്തുമ്പോഴും അവിടുത്തെ വൈസ് പ്രസിഡൻറ്റോ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട സെക്രട്ടറിമാരോ, പ്രതിരോധ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ട്രംപിൻ്റെ അടിമയെ ഒഴിച്ച് ഒരാൾ പോലും ഈ യുദ്ധത്തെ ന്യായീകരിച്ചുകൊണ്ട് അത് ഞങ്ങൾ ചെയ്തത് ശരിയാണ്, ഞങ്ങൾ പിന്നെ സത്യസന്ധമായാണ് ആ കാര്യത്തിൽ പ്രവർത്തിച്ചത്, അതുകൊണ്ട് ഇത് നീതിയാണ് എന്നൊന്നും പറഞ്ഞ് മുന്നോട്ട് വരുന്നതേയില്ല. അവരാരും ഇതിനുവേണ്ടി വാദിക്കാനും വരുന്നില്ല. ആകെ വാദിക്കുന്നത് ഈ ട്രംപും ഒരു പ്രതിരോധ സെക്രട്ടറിയും കൂടിയാണ്. അതിനപ്പുറത്ത് ആരും തന്നെ ഈ യുദ്ധത്തിൻ്റെ വിജയമൊന്നും അവകാശപ്പെട്ട് രംഗത്ത് വരുന്നതേയില്ല. 5, ഈ യുദ്ധത്തെ അമേരിക്കയും ഇസ്രയേലും തുടങ്ങി വെക്കുന്നതും ലോകമേറ്റെടുക്കുന്നതുമാക്കി മാറ്റാം എന്ന് ട്രംപ് ആഗ്രഹിച്ചിട്ട് ലോകം മുഴുവൻ മറുചേരിയിലേക്കാണ് പോയത്. അസർബൈജാൻ ഭക്ഷ്യധാന്യവും മരുന്നുമാണ് ഇറാനിലേക്ക് എത്തിച്ചത്. ഫ്രാൻസ് ലെബനോനെ സഹായിക്കുന്ന സ്ഥിതി വന്നു. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും തങ്ങൾ ഈ യുദ്ധത്തിൻ്റെ അനീതിക്കെതിരാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സ്ഥിതി വന്നു. ആകെ തന്ത്രപരമായി മൗനം പാലിച്ചു കൊടുത്തത് നമ്മുടെ മാത്രമാണ്. എന്തിന്? പാകിസ്ഥാൻ പോലും മലക്കം മറിഞ്ഞ് അഭ്യാസം കാണിക്കുന്ന സ്ഥിതിയിലേക്കെത്തി. മുറിവേറ്റവർ പോലും തിരിച്ചടിക്കാൻ കഴിയാത്തവണ്ണം ആ മുറിവ് അനുഭവിക്കേണ്ടതാണെന്നൊരു ബോധ്യത്തിൻ്റെ പോലെ നിൽക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും ഇതിൽ തോറ്റമ്പി നിൽക്കുന്നത് കൂടാതെയാണ് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ലാത്ത ഈ സഹോദരൻ്റെ മരണവും ബെൻഗീറിൻ്റെ മരണവും അതോടൊപ്പം തന്നെ നെതന്യാഹുവിന് പരിക്ക് പറ്റിയെന്ന വാർത്തയുമൊക്കെ മണിക്കൂറുകൾ കൊണ്ട് നിഷേധിക്കുകയും അവരെയൊക്കെ രംഗത്തിറക്കുകയും ചെയ്യേണ്ട IDFും അതുപോലെ തന്നെ ഈ ലോക നുണയ മീഡിയകളെല്ലാം പകച്ചു നിൽക്കുന്നൊരു കാഴ്ച, ഇതെല്ലാമാണ് ഈ തോൽവിയുടെ കാരണങ്ങളായി എണ്ണി പറയുന്നത്.